അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കണം. നമ്മളിവിടെ അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ ന്യൂ ഇയറിന്റെ അന്ന് എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ന്യൂ ഇയറിന്റെ അന്നത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം എല്ലാവരും എന്താ പറയാ, പുതിയ വർഷമായതുകൊണ്ട് പുതിയ തീരുമാനങ്ങളും പുതിയ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ്. എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, നമ്മുടെ ഒരുപാട് എന്താ പറയാ, ഒരുപാടല്ല, കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വലിയൊരു പണിക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് പത്തിരിപ്പണി ഉണ്ട്, പിന്നെ ബിരിയാണി വെക്കണം, നമുക്ക് കുറച്ച് ഗസ്റ്റുകളുണ്ട്. അപ്പൊ അവര് 2 മണിയാകുമ്പത്തിനും വരുന്നാട്ടോ പറഞ്ഞത്. അനിയന്റെ കുറച്ച് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് സെറ്റാക്കാണ്. രാവിലെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. സ്കൂൾ പൂട്ടിയിട്ട് തുറക്കണ തിരക്ക്, പിന്നെ മദ്രസ്, അങ്ങനെ എല്ലാം കൂടെ രാവിലെ ഒരു ജഗപുകയായിരുന്നു. അപ്പൊ സയാന സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചു, വർഷാക്ക് പണിക്ക് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പണിക്കൊക്കെ നിന്ന് കേട്ടോ. അപ്പൊ ഹെൽപ്പിന് ഉമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ സയാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരാൻ നിൽക്കായിരുന്നു കേട്ടോ. അവന് നമ്മുടെ ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പോവണം എന്നൊക്കെ കരുതിയിട്ട് ഉമ്മാനെ വിളിച്ചതാണ്. അപ്പോഴാണ് അനിയന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവന് എന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഉമ്മ ഇവിടെ ആയതുകൊണ്ട് എന്നാ പിന്നെ ഇങ്ങോട്ട് വരട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചാണ്. അവര് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണ തിരക്കാണ്. അപ്പം ഉമ്മ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഓൾറെഡി അങ്ങോട്ട് വീട്ടിലേക്ക് ആയതുകൊണ്ട് അവിടേക്ക് വാങ്ങിയ സാധനങ്ങളാണ്. അപ്പൊ പിന്നെ ഇവിടെയാണെന്ന് പറഞ്ഞപ്പോ പിന്നെ അതും കൊണ്ട് ഇങ്ങോട്ട് വരാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ നമ്മുടെ പത്രികയുള്ള പൊടി വാട്ടിയിട്ട് അതിന്റെ ഇടയിൽ അങ്ങനെ ഞാൻ അതൊന്ന് ചൂടോടെ തന്നെ കുഴച്ചെടുക്കുകയാണ്. നമ്മളിങ്ങനെ വാട്ടിയാൽ നല്ല ചൂടല്ലേ ഉണ്ടാവുക. അപ്പം ചൂടോടെ കുഴക്കുമ്പോഴേ പത്തിരി റെഡി ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് കൈയിട്ട് കുഴച്ച് കഴിഞ്ഞാൽ കുറച്ച് സീനാവും. അപ്പൊ ഞാനൊരു എന്താ പറയാ, കപ്പ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി ആദ്യം എല്ലാം കൂടെ ഒന്ന് അമർത്തി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രാനൈറ്റിൽ ഇട്ടിട്ട് തന്നെ കേട്ടോ ഞാൻ അത് കുഴക്കാൻ പോണത്. ജസ്റ്റ് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് നമുക്ക് ഇവിടെ തന്നെ ഇട്ടിട്ട് കുഴക്കലും പരത്തലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ആദ്യം എനിക്ക് പത്തിരി പരത്താൻ അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചെറുതായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ സ്പീഡില്ല. ചപ്പാത്തിക്കാണെങ്കിൽ ഞാൻ സ്പീഡിൽ ഇങ്ങനെ പരത്തും. പക്ഷെ പത്തിരി ഇങ്ങനെ സ്പീഡ് പരത്തുമ്പോഴേക്കും അങ്ങനെ പൊട്ടിപ്പോവും. പിന്നെ ഇന്ത്യയുടെ ഭൂപടങ്ങളൊക്കെ ആയി മാറും. അപ്പം അതിന് ഈ ഒരു എന്താ പറയുക, തിരക്കുള്ള സമയത്തൊന്നും നിൽക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പൊ ഞാൻ ഒന്ന് കുഴച്ചിട്ട് ഒന്ന് സെറ്റാക്കാന്ന് കരുതിയിട്ട് ഉമ്മ വരുമ്പോഴേക്കിനും അങ്ങനെ ഞാൻ കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയത്. ഉമ്മാനെ കണ്ടപ്പോഴേക്കും ചാടി ഇറങ്ങി ഓടിട്ടോ. ഇപ്പൊ ഇസുവിന് പ്രശ്നങ്ങളൊക്കെ മാറി, പനി മാറി, എല്ലാം മാറി. കയ്യിൽ സൂചിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്തിട്ടോ. എന്തായാലും ന്യൂ ഇയറിന്റെ മുന്നേ അതൊക്കെ എടുത്ത് ഞങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇൻഷാല്ലാ വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് വലിയ സമാധാനം കേട്ടോ. മറ്റേത് ഓനക്ക് വയ്യാതെ ആകുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉമ്മ വരണവരെ ഉമ്മാനെ കണ്ടിട്ട് ഞാൻ പിന്നെയും കുഴച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മ ഇങ്ങനെ ഇറങ്ങിയിരുന്നെന്ന് കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ നമ്മുടെ കിച്ചണിലൊരു എന്താ പറയാ, മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ. ഞാനിങ്ങനെ മനസ്സിൽ വലിയ വലിയ പ്ലാനുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഈ കൊല്ലെങ്കിലൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും കേട്ടോ നമുക്ക് എല്ലാവർക്കും. കഴിഞ്ഞ കൊല്ലം നടക്കാത്ത ഈ കൊല്ലം ചെയ്യണം എന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താ പറയുക, എല്ലാം നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അങ്ങനെ നമ്മുടെ പത്തിരി കുഴച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് വന്നിട്ട് ഒരു മാവ് തരുമോ തിന്നാനൊക്കെ ചെയ്യുന്നു കേട്ടോ. എനിക്ക് ചപ്പാത്തിയുടെ മാവും അതേപോലെ തന്നെ പത്തിരിയുടെ മാവൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചെക്കന് ഞാൻ 3-4 ചിരട്ടയും നമ്മുടെ വെണ്ണൂറ് കോരുന്ന കയ്യിലും പിന്നെ നമ്മുടെ അടുപ്പിന്റെ റിങ്ങൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഉമ്മ വന്നപ്പോഴേക്കും ഉമ്മാന്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉമ്മ പ്രസ്സിലാണ് പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണയിലൊന്ന് മുക്കിയിട്ട് അങ്ങനെ ബോൾസ് ആക്കിയിട്ട് വെളിച്ചെണ്ണ മുക്കിയിട്ട് ഇങ്ങനെ പ്രസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല വട്ടത്തിൽ വരും. അമ്മപ്പത് ഉമ്മക്കൊരു പേടിയുണ്ട്, കാരണം ഉമ്മക്ക് ഇത് ശീലമല്ല. ഞാൻ നന്നായിട്ട് ഇത് ചെയ്യും, കാരണം എനിക്ക് പരത്തറിയില്ല. പക്ഷെ ഉമ്മക്ക് പരത്തറിയുണ്ട്. ഉമ്മക്ക് ഇത് ദേഷ്യമായി തോന്നുകയാണ്. അങ്ങനെ ഉമ്മ എനിക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഈ പരത്തുമ്പോൾ എൻ്റെ പ്രസ്സൊന്നും എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ വീണ്ടും പലകയൊക്കെ ഇട്ട് പരത്തുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അല്ലേ. അങ്ങനെ പത്തിരിയൊക്കെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 2 ഉമ്മാരും ഉണ്ട്, 2 തലക്കെ ഞാൻ സെന്ററിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുമ്മ ചുടുന്നുണ്ട്, ഒരുമ്മ പരത്തുണ്ട്, ഞാൻ ബോൾസ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് പത്തിരിയുള്ളൂ. ഒരു 6 പേരാണ് വരുന്നത്. ഒരിക്കലുള്ള പത്തിരിയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാവർക്കും ഉള്ള ബിരിയാണിയാണ് വെക്കുന്നത്. ബിരിയാണി കുറച്ചധികം വെക്കുന്നുണ്ട്, പത്തിരി കുറച്ചേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കനൊക്കെ കഴുകി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്ന് മസാല ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പൊ മസാല ആക്കുമ്പോഴത്തേക്കിനും എന്താ പറയാ, മുളക് പൊടി, കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യില്ല. ജസ്റ്റ് മഞ്ഞളും മുളകുപ്പും കോൺഫ്ലവറും വേണമെങ്കിൽ ഒരു നാരങ്ങ പുഴിഞ്ഞത്, അത്ര കേട്ടോ നമ്മൾ ഈ ഒരു മസാല തേക്കണേൽ ചേർക്കാറുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മസാലയൊക്കെ തേച്ചിട്ട് കുറച്ചേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഉപ്പും പുളിയൊക്കെ നിറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പം എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം നല്ലതാണ്. നമുക്കിപ്പോൾ ടൈം ഇല്ലാത്തത് നമ്മൾ ഒരുപാട് നേരം ഒന്നും വെച്ചിട്ടില്ല. കുറച്ച് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം എന്നാലേ ഒരു കറക്റ്റ് എന്താ പറയുക ലുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ പത്തിരിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ കുറെ നേരം വെക്കാനുള്ള സമയം നമുക്ക് ഒട്ടുമില്ല. നമുക്ക് പെട്ടെന്ന് പൊരിച്ച് പെട്ടെന്ന് ബിരിയാണിയൊക്കെ റെഡിയാക്കണം. അവരൊരു 2-3 മണിയൊക്കെ നമ്മൾ എത്തുള്ളൂ. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഫുഡ് വേണ്ട ഉച്ചയാകുമ്പോഴേക്കും. അപ്പൊ അതിനുള്ളൊരു ധൃതിയിലാണ്. അപ്പൊ പത്തിരിയൊക്കെ നമ്മൾ ചുട്ട് സെറ്റാക്കി കാസറോൾ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉമ്മ മസാലയല്ല ചോറ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മൾ അടുപ്പിൽ തന്നെയാണ് കേട്ടോ, ഉള്ളിൽ അടുപ്പിൽ തന്നെയാണ് ഒക്കെ സെറ്റാക്കിയത്. അപ്പം അടുപ്പിൽ ചെമ്പട്ടി വെച്ചപ്പം ഞങ്ങളൊക്കെ ചെമ്പട്ടി എന്നാണ് പറയാം. നിങ്ങൾ എന്താ പറയാ? ഞാൻ ചെമ്പട്ടി എന്നാട്ടോ പറയാ. അത് വെച്ചപ്പോഴേ 4 സൈഡിൽ മാത്രമേ ഉള്ളൂ നെയ്യും ഡാൽഡയും നിൽക്കണേ. അപ്പൊ ഉമ്മ അതിൽ എണ്ണയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. സെന്ററിൽ ഒന്നുമില്ല, പക്ഷെ സെന്റർ നന്നായിട്ട് പുകയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഓൾ സ്പൈസസ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ട് ഏലക്കായ, പട്ട, ഗ്രാമ്പു, ലീഫ് അങ്ങനത്തെ എല്ലാ കുന്ത്രാണ്ടങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ അരി അളന്നിട്ട് അതിൽ ഒരു പാത്രം അരിയാണെങ്കിൽ 2 പാത്രം വെള്ളം ആ ഒരു കണക്കിലേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നാരങ്ങ പിഴിഞ്ഞു, ഒരു നാരങ്ങ പിഴിഞ്ഞു. പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ പിഴിഞ്ഞത് ഇങ്ങനെ റൈസ് ഇങ്ങനെ കട്ട കുത്തി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. പിന്നെ കുറച്ച് മല്ലിയില, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുക്കളയൊക്കെ ആകെ ലംബായിട്ടുണ്ട്. നമ്മുടെ ഈ അടുക്കള കുഞ്ഞടുക്കളയാണ്. മാക്സിമം 3 ആക്കി ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, 3-4 പേർക്ക്. പിന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഇവിടെ കൊള്ളൂല കേസ്. അങ്ങനെ നമ്മുടെ ഇതെന്താ പറയുക, മസാലയൊക്കെയുള്ള ഉള്ളിയാണ് കേട്ടോ വാടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ എൻ്റെ അമ്മ എന്താ പറയാ പത്രികളുടെ ചിക്കൻ കറി റെഡിയാക്കുന്നുണ്ട്. പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്. ഉള്ളിയൊന്നും വാട്ടാതെ എല്ലാം കട്ട് ചെയ്തിട്ട് പ്രഷർ കുക്കറിലിട്ട് അടിച്ചെടുത്ത് കുറച്ച് തേങ്ങയൊക്കെ വറുത്തരക്കുള്ള പരിപാടിയാണ്. അങ്ങനെ അത് അവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിന്റെ ഇടയിൽ ഓരോരോ ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന ജോലിയൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഉമ്മാനെയും കൊണ്ടാണോ ഒക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന്. അങ്ങനെയല്ല, ഞാനുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ഉമ്മ കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മക്ക് നമ്മൾ നാരങ്ങ വെള്ളം കൊടുത്തിട്ടുണ്ട്. ഈ ഉമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വേണം. എൻ്റെ ഉമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ വേണം. അങ്ങനെ 2 സൈക്കോ മദേഴ്സിന്റെ കൂടെയാണ് എൻ്റെ ലൈഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ വർഷം മുഴുവൻ ഞാൻ അങ്ങനെയായിരിക്കുമെന്നാണ് എൻ്റെ ഇത്. എന്തായാലും ഈ വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ സൈക്കാവും. അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് നമ്മുടെ ചോറിന് ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമ്മുടെ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യാം, നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് നെയ്യാണ് ലാസ്റ്റ് ഡെക്കറേഷൻ പണിയാണ്. കുറച്ച് നെയ്യ്, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, അതൊക്കെ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ ഒരു റൈസിന്. പിന്നെ നെയ്യ് അത്യാവശ്യമൊക്കെ വേണം. പിന്നെന്താ പറയാ, പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, നെയ്യും, മുന്തിരിയൊക്കെ വറുത്തിട്ട് കേട്ടോ. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യാറില്ല. നമുക്ക് അത്ര ആഡംബരമൊന്നും ആവശ്യമില്ല. നമുക്ക് നല്ല തട്ടിക്കൂട്ട് ബിരിയാണി അങ്ങനെയല്ല കേട്ടോ. ഉമ്മാന്റെ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കനലൊക്കെ വാരിയിട്ടിടുമ്പോൾ അപ്പുറത്ത് എടുത്തേക്കണം. ആകെ കൂടെ ഒരു പുകയായിരുന്നു കേട്ടോ അടുക്കളയിൽ. ഇവിടുന്നൊക്കെ പുക വരുന്നെന്ന് അറിയുന്നില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു സലാഡൊക്കെ സെറ്റ് ചെയ്തേ. ഉമ്മാന്റെ ഈ ബിരിയാണി ഭയങ്കര രസമാട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കാണുമ്പോൾ എനിക്ക് തിന്നാൻ തോന്നുന്നുണ്ട്. സംഭവത്ത് തിന്നലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യണത്. അപ്പൊ പിന്നെ ഈ ഒരു ടൈമിൽ എനിക്ക് കഴിക്കാൻ തോന്നാം. ഇത് ചിക്കൻ മസാലയൊക്കെ 2 സെപ്പറേറ്റ് ആണ് കേട്ടോ. ചോറും മസാലയും സെപ്പറേറ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറേശ്ശെ മസാല ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം കൂടെ കൊട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് മസാല ഉള്ളത് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അവർക്ക് താല്പര്യത്തിനനുസരിച്ച് കഴിക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ നമ്മുടെ ഉച്ചയായപ്പോൾ ഫുഡൊക്കെ സെറ്റായിട്ടോ. അപ്പൊ ഉച്ചക്ക് അർഷാക്കും പണിയൊക്കെ മാറ്റിയിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഫുഡാണ് കേട്ടോ ഈ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് മസാല ഒരു സൈഡിലിട്ടിട്ട് ഒരു സൈഡിൽ നിന്ന് എടുത്ത്, പിന്നെ മറ്റേ സൈഡ് നമ്മുടെ വിരുന്നേര് വരുമ്പോൾ ഒരു കൊടുക്കണമല്ലോ. അങ്ങനെ ഓന് എറണാകുളത്ത് ക്രിസ്മസ് അപ്പൂപ്പനെ കത്തിക്കാൻ കാണാൻ പോയതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം അവന്റെ പണിക്ക് കയറണം കേട്ടോ. അങ്ങനെ നമ്മൾ കുറെ നേരം കാത്തിരുന്നിട്ട് നമ്മുടെ ഗസ്റ്റ് ഒക്കെ എത്തിയത് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഓര് വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ പുകയിട്ട് സ്വീകരിച്ചു കേസ്. 2 മണി മുതൽ ഓരെ കാത്തിരിക്കാൻ തുടങ്ങിയതാട്ടോ. ഈ 2024 കാത്തിരുന്ന് മലങ്ങി ഫസ്റ്റ് ദിവസം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ആകെ ചടച്ചു. അങ്ങനെ ഓരോ വന്നപ്പോഴത്തേനും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അനിയന്റെ ഫ്രണ്ട്സാണ്. എല്ലാവരും ട്രിവാൻഡ്രത്തുള്ളവരാണ് കേട്ടോ. നമ്മുടെ അശ്വിനാണ്, നമ്മുടെ എന്താ പറയാ ഒരു ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന അശ്വിനും ഫ്രണ്ട്സും ആണ്. പിന്നെ അശ്വിൻ ഒരു മജീഷ്യനാണ്. അങ്ങനെ അശ്വിന് കൂടുതലായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായി പോയി. പിന്നെ അവർ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരട്ടെ. അപ്പൊ അതെല്ലാവർക്കും ടാറ്റാ.